ഇന്ന് ചിങ്ങം 1 പുതുവത്സര ദിനം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. കൂടാതെ ഇന്ന് കർഷക ദിനം കൂടിയാണ്. മഹാബലിയുടെ നാടായ തൃക്കാക്കരയിൽ വളരെ വിപുലമായ രീതിയിലാണ് കർഷക ദിനം ആഘോഷിച്ചത്. കാക്കനാട് മാവേലൂരം ഓണം പാർക്കിലാണ് ചടങ്ങ് നടന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം തൃക്കാക്കര MLA ഉമാ തോമസ് നിർവഹിച്ചു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ജൈവസമ്പത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഓണക്കാലവും. മണ്ണിനെ കൂടപ്പിറപ്പാക്കി നാടിനെ അന്നമൂട്ടാനിറങ്ങുന്ന കർഷകന് സമൂഹത്തിന്റെ ആദരസൂചകമായി ചിങ്ങം 1 കർഷക ദിനമായി നാം ആചരിക്കുന്നു. ഇന്നേ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തൃക്കാക്കര നഗരസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിക്കുന്നതിനും ഈ ദിനം ആഘോഷിക്കുന്നതിനുമായി നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു. കർഷകർക്ക് സന്തോഷമേകുന്ന സമയമാണ് എന്നുള്ളത് വലിയ സന്തോഷമാണ്. പഞ്ചമാസം കടന്നുപോയി. രാധാം ചേച്ചി പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പഞ്ചമാസമാണ്. ഭക്ഷണമൊന്നും കിട്ടുകയില്ല. എല്ലാവരും ചുരുണ്ടുകൂടി വലിയ മഴക്കാലത്ത് വീട്ടിൽ ഒതുങ്ങിയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞു കഴിയുമ്പോൾ ചിങ്ങമാസത്തിൻ്റെ ഉണർവോടുകൂടി എല്ലാവരും വിളവെടുപ്പ് തുടങ്ങും. അതുപോലെ എല്ലാവർക്കും സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും അതുപോലെ ഐശ്വര്യത്തിൻ്റെയും കാലങ്ങളായിട്ട് നമ്മൾ തുടരുകയാണ്. അതിൻ്റെ ഓർമ്മ ഇന്നെല്ലാ ദിവസവും നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായി തീരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്.
ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്, ആളുകളുടെ മനസ്സിലുണ്ട്, ഇതിന് വരാൻ തയ്യാറാണെന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഇന്നലെയും നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ എത്ര മൺമറഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും ഒന്നും പോയിട്ടില്ല, എല്ലാം നമ്മുടെ തൃക്കാക്കരയിലുണ്ട്, ആളുകളുടെ മനസ്സിലുണ്ട്. അത് രംഗത്ത് വരാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ അവർക്കൊരവസരമാണ് ഇല്ലാത്തത്. ആ അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. വിഷരഹിതമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ നമുക്ക് സാധിക്കുന്ന വിധം നമ്മളുടെ വീടിൻ്റെ അങ്കണത്തിൽ തന്നെ മട്ടുപ്പാവിലെ കൃഷിയാണെങ്കിലും നടത്തി അല്പമെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മയോടുകൂടി അവിടെ എല്ലാവരും കൂടി കൂട്ടായിട്ട് ഒരു കൃഷി ഇറക്കാൻ. അതുപോലെ തന്നെ ഇന്ന് വലിയ അത്ഭുതത്തോടെ ഞാൻ നോക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വിജയന്റെ വീട്ടിൽ പോയപ്പോൾ സാധാരണ എല്ലാവരും വെറ്റ് ലാൻഡ് ഡ്രൈ ലാൻഡ് ആക്കി തരാനായിട്ട് പറയുമ്പോൾ ഡ്രൈ ലാൻഡ് വെറ്റാക്കിക്കൊണ്ട് അവിടെ കൃഷി നടത്തുന്നു. നമ്മൾക്ക് നെൽക്കതിർ എന്തെന്ന് കാണണമെങ്കിൽ ഇന്ന് വിജയന്റെ വീട്ടിൽ പോകണം നമ്മളുടെ ഈ പ്രദേശത്ത് എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്, എനിക്ക് നമ്മുടെ ഏറ്റവും മുതിർന്ന കർഷക കാലത്തിനെ ആദരിക്കാൻ സാധിച്ചു. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ ചെറിയ രീതിയിൽ കൃഷി നടത്തുന്ന ആളാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു നല്ല നിമിഷമാണ് ഇന്ന് ഇവിടെ കൈവരിക്കുന്നത്. നമ്മുടെ തൃക്കാക്കര കൃഷിഭവനും നഗരസഭയും സംയുക്തമായിട്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയി ആ കാലം മുതൽ ഞാൻ കാണുന്നത് വളരെയധികം നല്ല നല്ല പുതിയ പരിപാടികൾ അവതരിപ്പിച്ചും ആഘോഷകരമായാണ് നമ്മൾ കർഷക ദിനം ആഘോഷിക്കുന്നത്. മുൻകാലങ്ങളിലും നമ്മൾ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നല്ല രീതിയിൽ നമ്മുടെ MLA കൊണ്ട് ഉദ്ഘാടനം നടത്തിച്ച് നമ്മൾ ആഘോഷകരമായിട്ട് നടത്തി വരുന്നു. ഈ വർഷം വളരെ വ്യത്യസ്തമായിട്ട് 2 ദിവസത്തെ പരിപാടികളായിട്ടാണ് നമ്മൾ ആഘോഷം നടത്തി വന്നിട്ടുള്ളത്. ഇന്നലെ നഗരസഭാ അങ്കണത്തിൽ വെച്ച് ഓല നടയിൽ ചൂലിക്കൽ തേങ്ങാച്ചെരുവൽ മത്സരങ്ങൾ നടന്നു. വളരെ ആവേശകരമായിട്ട് ഇത്രയേറെ പേര് മത്സരത്തിൽ പങ്കെടുക്കാൻ, ഇനിയും അവിടെ മുനിസിപ്പൽ സ്റ്റാഫ് ഉൾപ്പെടെ പലരും മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒത്തിരി താല്പര്യം കാണിച്ചു. നമുക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ അത്രമില്ലാത്തതിന്റെ ഒരു കുറവ് മാത്രമാണ് ഇന്നലെ അവിടെ കണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ ആചാരങ്ങളല്ല, നമ്മുടെ ആ പഴയ കാല ഓർമ്മകളെ പുതുക്കാൻ യുവതലമുറ അല്ലെങ്കിൽ ഈ തലമുറ ഒരുപാട് പുതുക്കുന്നു എന്നതിനുള്ള തെളിവാണ് ഇന്നലെ അവിടെ കണ്ടത്. അപ്പോ അവിടെ ഇന്നലെ കൂടി വന്ന ഇതിലും കൂടുതൽ നല്ലൊരാൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് യുവ കർഷകര്, അതേപോലെ തന്നെ അവരെ എല്ലാ പ്രചോദനവും നൽകുവാൻ മുതിർന്ന കർഷകര്, മാതാപിതാക്കള് എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് വരണം.
അതുകൊണ്ട് ആധികാരികമായി ഓണത്തിൻ്റെ എല്ലാ നന്മകളും ഏറ്റവും കൂടുതൽ അവകാശത്തോടെ ഏറ്റെടുക്കാവുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ അതൊക്കെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ മഹാബലി തമ്പുരാനെ കുറിച്ചുള്ള സ്മരണയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പാലിക്കാൻ കഴിയാത്തത്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞതുകൊണ്ട് ആ കാലഘട്ടങ്ങളിലുള്ള സ്മരണ വർഷം വർഷം പുതുക്കുകയാണ് ഈ ചിങ്ങം. ചിങ്ങം ഒരു പുതുവർഷം തുടങ്ങുകയാണ്. ന്യൂ ഇയർ ജനുവരി 1 പോലെ എല്ലാ ആളുകൾക്കും ഓരോ വർഷവും ഈ ചിങ്ങം ഒരു പുതുവർഷമാണ്. അപ്പോൾ നമുക്കൊരു പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ ഒരു വർഷം നമുക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും വന്ന് ഭവിക്കട്ടെ എന്നും കഴിഞ്ഞു പോയ കാലത്ത് ചെയ്തു പോയ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അടുത്ത വർഷത്തിൽ ആവർത്തിക്കാതെ നമ്മുടെ മനസ്സിനെ കൂടെ ഒന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. പഞ്ചഭൂതങ്ങളോട് അങ്കമാടിയിടും ഈ പഞ്ചമരത്രേ പെരും പടയാളികൾ എന്ന് കവി പാടിയതുപോലെ തൃക്കാൽക്കര എന്ന തൃക്കാക്കര നഗരത്തിന്റെ പൗരാണിക പ്രാധാന്യവും ചരിത്രവും ഒപ്പം മഹാബലിയിലൂടെ ഓണസങ്കല്പത്തിന്റെ ആത്മാവ് കൊടുകൊള്ളുകയും ചെയ്യുന്ന ഇന്നാട്ടിൽ കാർഷിക വൃത്തി അതീവ പ്രാധാന്യത്തോടെ കരുതി പോരുന്നു. കൃഷിയിടങ്ങളും നെൽപ്പാടങ്ങളും പലയിടത്തും കൂറ്റൻ കെട്ടിടങ്ങളായി രൂപാന്തരപ്പെട്ടിട്ടും പ്രകൃതിയോടിണങ്ങി കാർഷിക സംസ്കാരത്തെ നെഞ്ചിലേറ്റി ഇവിടെ ജീവിക്കുന്ന ജനതയുടെ ഒരു പരിച്ഛേദമാണ് ഇന്നിവിടെ എത്തിയവരും ആദരിക്കപ്പെടുന്നവരുമായ നിങ്ങൾ ഓരോരുത്തരും. കാർഷിക സമൃദ്ധിയുടെ പഴയകാല സ്മരണകളിൽ നിന്നുമാണ് ചിങ്ങം 1 നമുക്ക് കർഷക ദിനമായത്. മേടപ്പത്തിന് പുത്തൻ തൈകൾ വയ്ക്കുന്നു. തുടർന്ന് ചിങ്ങത്തിൽ ധാന്യങ്ങളുടെയും ദീർഘകാല കൃഷികളുടെയും വിളവെടുപ്പാണ്. ചിങ്ങദിനങ്ങൾ പരാധീനതകളുടെ കർക്കിടകാലം കഴിഞ്ഞ് പ്രതീക്ഷയുടെ പുലരികളാണ്. വിളവെടുപ്പിന്റെ ഉത്സവമായി എത്തുന്ന മാസമായതുകൊണ്ട് തന്നെ ചിങ്ങം മലയാളികൾക്ക് വർഷാരംഭവും സമൃദ്ധവുമാണ്.